ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കും. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ മൈ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലോട്ട് പോവുകയാണ്. ഞാൻ ഓൾറെഡി ലേറ്റായി. ഞാൻ 4:30 അലാറം വെച്ചിട്ട് 5:30ക്കാണ് ഉറക്കം എണീറ്റത്. കിച്ചണിൽ വന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചൂടുവെള്ളം കുടിച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകാനായിട്ട് തുടങ്ങുന്നത്. എല്ലാ ദിവസവും പാത്രമൊക്കെ കഴുകി ഞാൻ കിച്ചണൊക്കെ ഒതുക്കിയിട്ടാണ് പോയി കിടക്കുന്നത്. ഇന്നലെ ഞാൻ ഇച്ചിരി അവൾ പഠിപ്പിച്ച് ഞാൻ മൊബൈലിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ കിച്ചണിലോട്ട് വന്നില്ല. അപ്പോൾ പാത്രങ്ങൾ കഴുകാനുള്ള കാര്യവും വിട്ടുപോയി. അതിനുശേഷം ഞാൻ രാവിലെ അവൾക്ക് സ്കൂളിൽ കൊണ്ടുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ എനിക്ക് കടയിലത്തേക്ക്, ഞങ്ങൾ കടയുണ്ട്, അപ്പോൾ കടയിലത്തേക്കുള്ള കറികളും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റെഡിയാക്കണം കേട്ടോ. എല്ലാം രാവിലെ 8 മണിക്കുള്ളിൽ തന്നെ എല്ലാം ചെയ്ത് തീർക്കണം. അപ്പോൾ എണീറ്റപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. അപ്പോൾ രാവിലെ സാമ്പാറാണ്, ചോറിന് കറി. അപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് തരാനൊക്കെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ മാത്രമല്ല കേട്ടോ കിച്ചണിൽ ജോലി ചെയ്യുന്നത്, എനിക്കൊപ്പം എൻ്റെ ചേട്ടനുണ്ടായിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ ഉറക്കൊണ്ട് കിച്ചണിലെ വാല് തുറന്നുള്ള എനിക്ക് മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ പള്ളി, ഈ ചർച്ച് ഭയങ്കര ഐശ്വര്യം കേട്ടോ. അത് മോർണിംഗിൽ കാണണം. വെളുപ്പിനെ ഭയങ്കര മഞ്ഞൊക്കെ മൂടി നല്ല ഭംഗിയാണ്. അതിനിടയ്ക്ക് ഞാൻ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഉച്ചത്തെ ചോറിന് കറിയായിട്ട് സാമ്പാറാണ് കേട്ടോ. ഈ വീട്ടിൽ എല്ലാ ദിവസവും സാമ്പാർ കാണും. കാരണം എന്തായിരുന്നാലും കടലത്തേക്ക് വേണ്ടിയിട്ട് ഇവിടെ സാമ്പാർ ഉണ്ടാക്കണം. അതിനൊപ്പം ഞാൻ വീട്ടിലത്തേക്കും കുറച്ച് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അതുകൊണ്ട് സാമ്പാറിനൊരു ക്ഷാമവും ഇല്ല. അപ്പോഴത്തേക്കും ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴുണ്ട് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ കാക്ക എല്ലാ ചിരട്ടകളും പറക്കി അപ്പുറത്തെ വീട്ടിലെ ടെറസിൽ കൊണ്ട് ഡംപ് ചെയ്യും. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനിടയ്ക്ക് ഞാൻ അല്ലൂസിനെ ഉണർത്താനൊക്കെ പോയി. അല്ലൂസിനെ ഉണർത്തുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ ഒരു കാര്യത്തിൽ എന്നോട് അവൾക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. എന്നെ കൊല്ലാനുള്ള നോട്ടമൊക്കെ അവൾ നോക്കും. കാരണം നമുക്കായാലും മഴയത്ത് മൂടി പൊതിച്ച് കിടക്കാനല്ലേ ഇഷ്ടം. ആ സമയത്ത് കുട്ടികളുടെ അവസ്ഥയെന്ന് പറയണ്ടല്ലോ. അവൾക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി, നേരെ പോയി സോഫയിൽ കിടക്കും കേട്ടോ. സോഫയിൽ കിടന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കിടന്നതിന് ശേഷം അവളെ എണീറ്റ് പോയി ബ്രഷൊക്കെ ചെയ്തോളും. അവളുടെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും. ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചാൽ മതി. നേരെ അടുക്കളയിലോട്ട് വന്ന് എനിക്ക് തേങ്ങ തിരുകാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജോലിയുടെ ഈ തേങ്ങ തിരുകൽ. അതിനിടയ്ക്ക് അതിനൊപ്പം തന്നെ കടയിലേക്കുള്ള കറികളും സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ കിച്ചണൊന്നും ആരും നോക്കണ്ട. കാരണം നമ്മൾ ധൃതി പിടിച്ചുള്ള പണിയിൽ കിച്ചണൊക്കെ വളരെ അലങ്കോലമായി കിടക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കുന്നത്. ഇത് ഗ്രേവിക്ക് വേണ്ടിയുള്ള സവാള വഴട്ടുമാണ് കേട്ടോ. ഇത് വീട്ടിലത്തേക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടയിലത്തേക്കാണ്. കടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചെറിയ ചെറിയ കറികളൊക്കെ ഈ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം എനിക്കുള്ള സമയത്തിനിടയിൽ ഞാൻ അതും കൂടി അങ്ങ് ചെയ്ത് തീർക്കും. അപ്പം ഞങ്ങൾക്ക് പൊതുവേ വീട്ടിലിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല. കാരണം കടയിൽ നിന്ന് തന്നെയാണ് ചേട്ടനൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ അല്ലുവിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്ലുവിന് ഉച്ചത്തെ ലഞ്ചിന് വേണ്ടി ഞാൻ ഓംപ്ലേറ്റ് ഒന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ. അവൾക്ക് ജസ്റ്റ് മുട്ട എന്ന് മാത്രം മതി. ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഇച്ചിരി സവാള ഇങ്ങനെ ഒന്ന് രണ്ട് നുള്ളിങ്ങനെ വിതറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അല്ലുവിനെ പാല് മേടിക്കാനായിട്ട് കടയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് താഴെയാണ് കേട്ടോ പാല്. അപ്പോൾ അതുകൊണ്ട് അവൾ നടന്നങ്ങ് പൊക്കോളും. വണ്ടികളൊന്നും അധികം ഇല്ല. അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെന്തോ വലിയ സംഭവമായി എന്നാണ് അവളുടെ വിചാരം. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ ധൃതി പിടിച്ച് ചെയ്യുന്നതിനിടയിൽ അവളുടെ കാര്യങ്ങളൊക്കെ ചേട്ടൻ നോക്കിക്കോളും. അതെനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. അവളെ ഒരുക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ മക്കൾക്കുള്ള ചോറ് പാത്രം നമ്മൾ ചോറ് പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മൾ ചോറ് കൊണ്ടുപോയ കാലം ഓർമ്മ വരുന്നില്ലേ? ആ ചോറ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് കഴിച്ചതൊക്കെ. അപ്പം ഇന്ന് അവൾക്ക് ചോറ്, മുട്ട ഓംപ്ലേറ്റ്, തോരൻ, സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിനൊപ്പം തന്നെ സ്നാക്സൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാക്സിന് കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ പാത്രം കണ്ടില്ലേ? സ്കൂൾ തുറന്നിട്ട് 2 ആഴ്ചയായുള്ളൂ. ആ ദിവസം തന്നെ പാത്രം പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ പാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും കുട്ടിയുടെ തെറ്റല്ല, ഇത് ഞങ്ങളുടെ തെറ്റാണ്. കാരണം നമ്മൾ ഏറ്റവും വില കൂടിയ പാത്രങ്ങളാണ് മേടിച്ചത്. ആദ്യം മേടിച്ചതിന് ഏകദേശം 1000 രൂപ അടുപ്പിച്ചുള്ള വിലയുണ്ടായിരുന്നു. അത് അടയ്ക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ 2ാമത് മേടിച്ചതായിരുന്നു നമ്മൾ. അതും ഡാമേജാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പണ്ടത്തെ സ്റ്റീൽ പാത്രത്തിലോട്ട് പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. എത്ര നേരത്തെ പണികൾ തീർത്താലും ഈ ഇറങ്ങുന്ന ടൈം ആകുമ്പോഴും വല്ലാത്തൊരു വീർപ്പ് മുട്ടലാണ്. ധൃതി പിടിക്കലും വെപ്രാളവും ഓട്ടോ ഫുഡ് കഴിപ്പിക്കലും. അവളെ ഒന്ന് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടാൽ എനിക്ക് ശ്വാസം കിട്ടിയ പോലെയാണ് കേട്ടോ. പിന്നെയുള്ള ജോലികളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാം. അപ്പോൾ അങ്ങനെ അവളെ ഒരു ഉമ്മയൊക്കെ മേടിച്ചു. അതിനുശേഷം നേരെ കിച്ചണിലോട്ട് പോയി. ഇനി ക്ലീനിങ് പരിപാടികളാണ് കേട്ടോ. മറ്റേ കടയിലേക്കുള്ള കറികൾ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. അടുപ്പത്തിരിക്കുവാണ്. അതൊക്കെ ഒന്ന് അവിടെ നിന്ന് ആകുന്ന സമയം കൊണ്ട് നമുക്ക് കിച്ചണൊക്കെ ഒരു വിധം ഒന്ന് ഒതുക്കാം. നമുക്ക് എല്ലാവർക്കും കുക്കിങ്ങിനേക്കാളും ടാസ്ക് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. പക്ഷേ നമുക്ക് ക്ലീനിങ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അടുക്കള വൃത്തിയുടെ കിടന്നാൽ നമുക്ക് അന്നത്തെ ദിവസം പോസിറ്റീവായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കണം. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട്, എൻ്റെ ഒരു വർക്കിൻ്റെ കാര്യത്തിനായിട്ട് പോകണം. അപ്പം അതിന് മുന്നേ എനിക്ക് കടയിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് അടുക്കളയിൽ നിന്ന് നേരെ റൂമിലോട്ട് വന്നു. ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി. അപ്പോഴുണ്ട് ഇതാ ബാത്റൂമിൻ്റെ വലിയതാ ഒരു പാമ്പ്. ഇവളുടെ ഒരു കളിപ്പാട്ടമാണ് കേട്ടോ. പെട്ടെന്ന് ഞാനൊന്ന് പേടിച്ചു പോയി. ഈ ചില സമയങ്ങളിൽ ഇത് ഒറിജിനൽ പാമ്പിനെ പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ അധികം മേക്കപ്പൊന്നും ചെയ്യാറില്ല. പിന്നെ എന്നാലും എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധന സാമഗ്രികളൊക്കെ വെച്ച് ഞാൻ പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി മേക്കപ്പൊക്കെ ചെയ്യുവാണ്. കടയിൽ ഞാൻ ഇത്രയും മേക്കപ്പ് ഇട്ടൊന്നും പോവാറില്ല പൊതുവേ. ഇന്ന് എനിക്കൊരു
അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു വർക്കിൻ്റെ കാര്യത്തിനും കൂടെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മേക്കപ്പൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഞാൻ സുതിയോന്നൊക്കെ മേടിച്ച സാധനങ്ങളാണ് കൂടുതൽ. ഞാനിപ്പം ഏറ്റവും കൂടുതൽ മേക്കപ്പ് സാധനങ്ങൾ മേടിക്കുന്നത് സുതിയോന്നാണ്. ക്വാളിറ്റി എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നും മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി മാത്രമേ ഞാൻ മേക്കപ്പ് ഇടാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റൊക്കെ വളരെ വില കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഏകദേശം വില നോക്കി മാത്രമേ എല്ലാ സാധനങ്ങളും മേടിക്കാറുള്ളൂ. എല്ലാത്തിനും 150 താഴെയായിരിക്കും വിലയെന്ന് വരുന്നത്. സമയം ഒത്തിരി ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ സമയത്ത് കുടിച്ച ചൂടുവെള്ളം മാത്രമാണ് എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അല്ലൂസ് ബാക്കി വെച്ചിട്ട് പോയാൽ അവളുടെ പുട്ടാണ് ഞാൻ കഴിക്കുന്നത്. അത് ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എങ്ങനെയൊക്കെ കഴിക്കുന്നു. പക്ഷേ സമയത്ത് ഞാൻ കഴിക്കാൻ എടുത്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എത്ര ചവച്ചിട്ടും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. പുട്ടല്ലേ, അങ്ങനെ തൊണ്ടയിൽ പിടിക്കുക എന്ന അവസ്ഥയായപ്പോൾ പിന്നെ പതുക്കെ ഇരുന്ന് ചവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ചവച്ച് കഴിച്ചിറങ്ങി നേരെ കടയിലോട്ട് ഓടി. കടയിൽ ചെന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനുശേഷം കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കടയിലെ പർച്ചേസിങ് മൊത്തം ഞാനാണ് ഓടി നടന്ന് എല്ലാം പർച്ചേസ് ചെയ്ത് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. കാരണം രാവിലെ ചേട്ടനോ അവിടെയുള്ള ആർക്കും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. നേരെ ചെന്ന് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് എൻ്റെ കാര്യത്തിനോട് എനിക്ക് അവിടെ 10:30 എനിക്ക് അവിടെ എത്തണം. എൻ്റെ ഒട്ടുമിക്ക മോർണിംഗും ഭയങ്കര തിരക്കുള്ള ദിവസമായിരിക്കും കേട്ടോ. തിരക്കുള്ള സമയത്ത് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.